നാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഫിലിപ്പിയിലെ സഭയ്ക്ക് ദുഃഖിക്കുവാനും ആകുലപ്പെടുവാനും പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ സുവിശേഷ പിതാവായ പൗലോസിൻ്റെ കാരാഗ്രഹവാസം, അവരുടെ ദൂതനായിരുന്ന എപ്പഫ്രോദിത്തോസിൻ്റെ രോഗം, യഹൂദ മതാനുസാരികളായ ക്രിസ്ത്യാനികൾ നൂതന സിദ്ധാന്തങ്ങൾ വഴി സഭയിലുണ്ടാക്കുന്ന ഭിന്നതകൾ, ലോകപ്രതിപത്തിയിൽ സുവിശേഷത്തിന് അപമാനം വരുത്തി ജീവിക്കുന്ന ഏതാനും സഭാംഗങ്ങൾ എന്നിവ അവയിൽ ചിലതായിരുന്നു. ഇവയെല്ലാം അറിഞ്ഞ പൗലോസ് സഭയ്ക്കെല്ലാം പരിഹാരങ്ങൾ നിർദ്ദേശിച്ച ശേഷം ഈ വക പ്രശ്നക്കാരുടെ പേരിൽ ആകുലചിത്തരാകാതെ അവയെ സമയചിത്തതയോടും പുഞ്ചിരിയോടും കൂടെ നേരിടുവാനുള്ള ദൈവസമാധാനത്തിനായി ആശീർവാദം നൽകുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ലഭിക്കുവാനായി ഒന്നാമതായി കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനം. ഖൈറേറ്റ അഥവാ സന്തോഷിപ്പീൻ എന്നത് ഗ്രീക്കുകാർ പരസ്പരം കണ്ടുമുട്ടുമ്പോഴോ വിട പറയുമ്പോഴോ പ്രകടിപ്പിക്കുന്ന അഭിവാദന വാക്കാണ്. സന്തോഷിപ്പീൻ എന്നത് തന്നെയാണ് ഫിലിപ്പിയ ലേഖനത്തിൻ്റെ അന്തരാത്മാവ്. പൗലോസിൻ്റെ ഭാവി കാര്യം ഇപ്പോഴും നിശ്ചയമില്ലാത്തതിനാലാവാം ഇങ്ങനെയൊരു അഭിവാദനം എഴുതി അയക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ് മഹത്വവാനായി ജീവിക്കുന്ന ക്രിസ്തുവിനോടുള്ള സംബന്ധത്തിൽ ജീവിക്കുന്നവർ എപ്പോഴും സന്തോഷിക്കുകയെന്നത് അവരുടെ പ്രത്യാശയും ക്രിസ്തു സാന്നിധ്യബോധത്തെയും വെളിവാക്കുന്നതാണ്. ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പും സ്വാതന്ത്ര്യവും അനുഭവിക്കുന്നവർക്ക് പ്രതികൂലതകൾക്കതീതമായി ഇടമുറിയാതെ സന്തോഷിക്കുവാൻ കഴിയും. ആകുല ചിന്തയും കുറ്റബോധവും വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പും അസൂയയും പൊയ്മുഖത്തിലുള്ള ജീവിത ശൈലിയുമാണ് നമുക്ക് ഹൃദയസന്തോഷം തരാതിരിക്കുന്നതെങ്കിൽ ലോകത്തെ ജയിച്ച ക്രിസ്തു കൂട്ടിനുണ്ടെന്ന ബോധ്യം സന്തോഷവും സ്വാതന്ത്ര്യവും ഹൃദയത്തിന് ശാന്തിയും നൽകുമെന്ന് സങ്കീർത്തനങ്ങൾ 16:8-9, 1 പത്രോസ് 5:7 വെളിപ്പെടുത്തുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ലഭിക്കുവാനായി രണ്ടാമതായി കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുക. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 5-ാം തിരുവചനം. കർത്താവ് വരുന്നു എന്ന ഉറപ്പ് ഫിലിപ്പിയരുടെ സൗമ്യതയ്ക്ക് പ്രേരകമായി തീരുവാൻ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നു. അറമായ ഭാഷയിൽ മാറാനാഥ എന്നാൽ നമ്മുടെ കർത്താവ് വരുന്നു എന്നത്രേ. ഞങ്ങളുടെ കർത്താവെ വരണമേ എന്ന അറമായ ക്രിസ്ത്യാനികളുടെ ആരാധനാവാക്യം വെളിപ്പാട് 22:20 1 കൊരിന്ത്യർ 16:22 കൊടുത്തിരിക്കുന്നത് തന്നെയാണ് അപ്പോസ്തലൻ ഇവിടെയും പറഞ്ഞത്. രണ്ടിടത്തും അഭിവാദന ഭാഗത്താണെന്നതിനാൽ അർത്ഥത്തിലുള്ള സാധർമ്മ്യം മനസ്സിലാക്കുവാൻ വിഷമമില്ല. സുവിശേഷ ദൗത്യ നിർവഹണത്തിൽ ഏതെല്ലാം വിപരീത അനുഭവങ്ങളെ മറ്റുള്ളവരിൽ നിന്നും നേരിടേണ്ടി വന്നാലും ക്രിസ്ത്യാനികളുടെ സമചിത്തത അവയെല്ലാം കീഴടക്കത്തക്കവണ്ണമായിരിക്കണമെന്ന് അദ്ദേഹം ഉപദേശിക്കുകയാണ്. ന്യായമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി കർക്കശമോ വഴങ്ങാത്തതോ ആയ ഒരു നിലപാടും സ്വീകരിക്കാത്ത മനോഭാവമാണ് സൗമ്യത. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സർവ്വ മനുഷ്യർക്കും രക്ഷ സൗജന്യമായി നൽകപ്പെടുന്നു എന്നത് ദൈവിക സത്യവും നീതിയുമായതിനാൽ അതിനെതിരായി മനുഷ്യൻ നിലകൊണ്ടാൽ നാം നിരാശരാകുകയോ അവരെ തോൽപ്പിച്ചു കളയുവാൻ വേവലാതിപ്പെടുകയോ ചെയ്യാതെ മനസ്സിൻ്റെ സൗമ്യത കാത്തുസൂക്ഷിക്കുവാനാണ് അപ്പോസ്തലൻ ആവശ്യപ്പെടുന്നത്. ഫിലിപ്പിയിലെ സഭയ്ക്ക് ദുഃഖിക്കുവാനും ആകുലപ്പെടുവാനും പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അതുപോലെ 21-ാം നൂറ്റാണ്ടിലെ മനുഷ്യന് ദുഃഖിക്കുവാനും ആകുലപ്പെടുവാനുമായി സ്വയം വരുത്തി വയ്ക്കുന്നതുമല്ലാത്തതുമായ അനേകം കാരണങ്ങളുണ്ട്. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമായി നിത്യപുരോഹിതനായ രാജാവായ പ്രവാചകനായ സൃഷ്ടിതാവും രക്ഷിതാവും പരിപാലകനും സൗഖ്യദായകനുമായ നമ്മുടെ ഇടയനായ കർത്താവിനോടുകൂടെ വസിക്കുന്നവർ കർത്താവിലെപ്പോഴും സന്തോഷിച്ചുകൊണ്ട് ലോകത്തിൻ്റെയും സാത്താൻ്റെയും പ്രലോഭനങ്ങളിൽ വീഴാതെ വിനയത്തോടും സൗമ്യതയോടും കൂടി കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങി
അവിടുത്തെ വേല ചെയ്ത് ജീവിക്കുവാൻ ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രശ്നങ്ങളുടെ പേരിൽ ആകുലചിത്തരാകാതെ അവയെ സമചിത്തതയോടും പുഞ്ചിരിയോടും കൂടി നേരിടുവാനുള്ള ദൈവ സമാധാനത്തിനായി പൗലോസ് അപ്പോസ്തലൻ നിർദ്ദേശിച്ച പരിഹാരങ്ങളും ആശീർവാദവും നമുക്കും സഹായകമാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.